ഹലോ, ഗുഡ് ഈവനിങ്. പ്രതിദിന വാർത്താ വിശകലന പരിപാടി മീറ്റ് ദി എഡിറ്റേഴ്സ് ആരംഭിക്കുന്നു. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ചർച്ച തുടങ്ങും മുമ്പ് സ്മൃതി പരുത്തിക്കാട് ഇന്നലെ നമ്മുടെ ചർച്ചയുടെ ഭാഗമായി 2 ദിവസം മുമ്പ് നടത്തിയ ഒരു പരാമർശത്തെക്കുറിച്ച് ഒരുപാട് പ്രതികരണങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലുണ്ട്. വയനാട് പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി അവിടെ താമസിക്കാൻ പോകുന്ന അന്തേവാസികളെക്കുറിച്ച്, ദുരന്തബാധിതരെക്കുറിച്ച് മോശമായി പ്രചരിപ്പിച്ചു എന്ന മട്ടിലാണ് പ്രചരണം. യഥാർത്ഥത്തിൽ അത് സർക്കാരിൻ്റെ നടപടിയുമായി ബന്ധപ്പെട്ട് നടത്തിയൊരു ചർച്ചയിലെ ഒരു ഭാഗം മാത്രമാണ് അടർത്തിയെടുത്ത് പ്രചരിപ്പിക്കുന്നത് എന്നതാണ് വസ്തുത. അതിൽ സ്മൃതി പ്രേക്ഷകരോട് സംസാരിക്കും. പ്രതികരണങ്ങൾ എന്നല്ല പറയേണ്ടത്, ഒരുപാട് അവഹേളനം എന്നുള്ളതാണ്. അന്തസ്സില്ലാത്ത ഭാഷയിലുള്ള പ്രതികരണങ്ങൾ. അതിൽ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി തൊട്ട് അർജുൻ നായങ്കി വരെയുള്ളവരുടെ നിലവാരമുള്ളതും നിലവാരമില്ലാത്തതുമായ ആ തലത്തിലേക്ക് കടന്നു പോകുന്ന പ്രതികരണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. എനിക്ക് അവരോടൊന്നും സംസാരിക്കാനില്ല, അവരോടൊന്നും പ്രതികരിക്കാനുമില്ല. എനിക്കാകെ പറയാനുള്ളത് ഈ പറയുന്ന വയനാട്ടിലെ ജനങ്ങളോടാണ്. അവിടെ വീടും ഉറ്റവരെയും നഷ്ടപ്പെട്ടവരോടാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ആ ദുരന്തമുണ്ടായതിൻ്റെ തൊട്ടടുത്ത മണിക്കൂറിൽ അവിടേക്ക് പോയവരാണ്. ആ എഡിറ്റോറിയൽ ടീമിൽ ഞാനും ഉണ്ടായിരുന്നു. അവിടെ മൃതദേഹങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്ന ഇടത്ത് അവിടുന്ന് ഞങ്ങളുടെ ആരെങ്കിലും ആണോ എന്ന് തിരഞ്ഞു നോക്കുന്ന ആളുകളെ ഞാനും ശ്രീ ആൻഡ്രോയുമാണ് ആ ഭാഗത്ത് നടന്നു പോയത്. മരണത്തിൻ്റെ മണം ഇപ്പോഴും കണ്ണടച്ചാൽ നമുക്ക് കിട്ടും. അവിടെ കയ്യും കാലുമായി ബാക്കി വന്നവരും ഉണ്ടായിരുന്നു. വൈകാരികമായിട്ടാണ് അത് റിപ്പോർട്ട് ചെയ്തിട്ടുമുള്ളത്. ഏതെങ്കിലും തരത്തിൽ വയനാട്ടിലെ ദുരിതബാധിതരായ മനുഷ്യരെ ചേർത്തു പിടിക്കാനല്ലാതെ ഈ നിമിഷം വരെയും റിപ്പോർട്ടർ ചാനൽ മറിച്ചൊരു നിലപാടെടുത്തിട്ടില്ല. ഡോക്ടർ അരുൺ, ഞാൻ പൂർത്തിയാക്കാം. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ചെയ്ത കാര്യങ്ങൾ, അത്രയും ദിവസം നിന്ന് ആ സ്കൂളിനടിയിൽ കിടക്കുന്ന ആ മരങ്ങളൊക്കെ എടുത്തു മാറ്റി അതിനടിയിൽ ഈ ഒരു ജീവൻ ഉണ്ടാകുമോ എന്ന് ആ തിരച്ചിലിൽ നമ്മളും അതിൻ്റെ ഭാഗമായി കൂടിയവരാണ്. അതിനുശേഷം ഇങ്ങോട്ട് വന്നതിന് ശേഷവും ഓരോരുത്തർക്കും സഹായം കിട്ടുന്ന കാര്യത്തിൽ നമ്മൾ ഓരോ ബുള്ളറ്റിലും ചെയ്ത കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഞാൻ ഓരോരുത്തരുടെയായിട്ട് പറയേണ്ടതില്ല, ഈ ചാനൽ എന്ന നിലയ്ക്ക് ചെയ്താണ്. ഞാൻ സ്വന്തം നിലയ്ക്ക് പറയുന്നത്, ഞാൻ രാഷ്ട്രീയമായ പ്രതികരണമാണ് നടത്തിയത്. നോക്കൂ, സർക്കാർ ഒരു ദുരന്തം സംഭവിക്കുമ്പോൾ സർക്കാരിൻ്റെതായ ഭാഗമായി ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിറവേറ്റുക എന്നുള്ളത് അതൊരു ഔദാര്യം എന്ന മട്ടിൽ അവതരിപ്പിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഈ സഹായങ്ങൾ ചെയ്യുന്നു, ഇത്രയും ആളുകൾക്ക് വീട് വെച്ച് നൽകുന്നു, നമ്മൾ ഓരോരുത്തരും നൽകിയ തുകയാണ്, നമ്മൾ ഓരോരുത്തരും നൽകിയ സഹായമാണ്. ആ സഹായത്തിൽ വീടുകൾ ഉയരുമ്പോൾ ആ വീടുകൾ ഞങ്ങളിതാ തന്നു, ഞങ്ങളിതാ കൊടുത്തു എന്ന് ആവർത്തിച്ച് പറയുമ്പോൾ 1-2 തവണ പറയുന്ന പോലെയല്ല. ഏതെങ്കിലും ഒരു മന്ത്രിയെയും ഒരാളെ ചൂണ്ടിക്കാട്ടിയല്ല ഞാൻ പറയുന്നത്. ഈ ഒരു പൊതുവായ സമീപനത്തെയാണ് ഞാൻ പറയുന്നത്. ഭരണകൂടത്തിൻ്റെ സമീപനത്തെ ഞങ്ങൾ കൊടുത്തില്ലേ, ഞങ്ങൾ തന്നില്ലേ എന്ന് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം, അതൊരു ശരിയായ സമീപനമല്ല. അപ്പോൾ ഇവരൊക്കെ തന്നെയും ഞങ്ങൾക്ക് കിട്ടിയവരല്ലേ, ഞങ്ങൾക്ക് തന്നതല്ലേ എന്ന രൂപത്തിൽ അതൊരു കൈനീട്ടമായി വാങ്ങുന്നു എന്ന രൂപത്തിൽ, അതല്ലെങ്കിൽ ഒരു സഹായം ഞങ്ങൾക്ക് കിട്ടിയതാണ് എന്നൊരു തോന്നലിലേക്ക് അവരെത്തുന്നതും ശരിയായ സമീപനമായി എനിക്ക് തോന്നുന്നില്ല. അവരുടെ അവകാശമാണ്, അവർ നന്നായി ജീവിച്ചവരാണ്, അവർക്ക് വീടുണ്ടായിരുന്നു, ഉറ്റവരുണ്ടായിരുന്നു. ഈ ദുരന്തത്തിൽ അതെല്ലാം നഷ്ടപ്പെട്ടവരാണ്. അപ്പോൾ അത് കൊടുക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട്, സർക്കാരിന് ബാധ്യതയാണ് ഉള്ളത്. ആ ബാധ്യതയിൽ നിന്ന് മാറി അതൊരു ഔദാര്യം എന്ന സമീപനത്തിലേക്ക് മാറുന്നതിനെയാണ് ഞാൻ വിമർശിച്ചത്. അങ്ങനെയാണ് എനിക്ക് തിരഞ്ഞെടുപ്പിന് 2 ദിവസം മുമ്പ് ധർമ്മടത്തേക്ക് ഈ പറയുന്ന ദുരന്തബാധിതരായ കുറച്ചാളുകൾ അവിടേക്ക് പോയി മുഖ്യമന്ത്രിയോട് നന്ദി രേഖപ്പെടുത്തുന്നു എന്ന രൂപത്തിൽ കാണുന്നതിൽ രാഷ്ട്രീയമായിട്ട് മാത്രമേ എനിക്ക് കാണാൻ കഴിയുള്ളൂ. അത് തിരഞ്ഞെടുപ്പിന്റെ ഒരു സ്റ്റണ്ടായിട്ടാണ് ഞാൻ കണ്ടത്. ആ കൊണ്ടുപോയവരെയാണ് ഞാൻ പറഞ്ഞത്. നാടകം എന്ന് ഞാൻ ഉപയോഗിച്ച വാക്ക് അവിടുത്തെ ദുരന്തബാധിതർക്കെതിരെ ഉപയോഗിച്ച വാക്കായിട്ടാണ് ഇവിടെ വ്യാഖ്യാനിക്കപ്പെട്ടത്. അതിൽ ഏറ്റവും മോശമായ രീതിയിൽ ആക്ഷേപം എന്നോട് നടത്തുന്നുണ്ട്. അതിൽ ആ 3 കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട ആ അമ്മയോട് ഞാനിന്ന് സംസാരിച്ചു. അവർക്കാർക്കും എന്നോട് പരാതിയില്ല. അത് വേറെ രൂപത്തിൽ ആക്കിക്കൊണ്ട് പാർട്ടി ചാനലിൽ തന്നെ അത്തരം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അവരെ കരയിച്ചുകൊണ്ട് കൊടുക്കുന്ന ബൈറ്റുകൾ, അതിനുശേഷം വന്നിരിക്കുന്ന ആക്ഷേപം നിറഞ്ഞ പ്രതികരണങ്ങൾ, അതിനോട് എനിക്ക് സംസാരിക്കണമെന്ന് തോന്നി. ഞാൻ ഈ പറയുന്ന ആക്ഷേപിക്കുന്നവരോട് എനിക്കൊന്നും പറയാനില്ല. എനിക്ക് ഈ ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും ദുരന്തബാധിതരോട് മാത്രമേ പറയാനുള്ളൂ. അന്നും നിങ്ങൾക്കൊപ്പമാണ്, ഇന്നും നിങ്ങൾക്കൊപ്പമാണ്. നിങ്ങൾക്ക് ഈ വിഷുദിനത്തിൽ നിങ്ങൾ വാടക വീട്ടിലാണെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വീടുകളിൽ വെള്ളവും വൈദ്യുതിയും അടക്കമുള്ള അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടട്ടെ. ഈ 400-ലധികം വരുന്ന കുടുംബങ്ങൾക്കും അവിടെ താമസിക്കാനാകുന്ന ദിവസമാണ് ഞാൻ കാത്തിരിക്കുന്നത്. അത് ഇതുവരെ സംഭവിച്ചിട്ടില്ല എന്നുള്ളത് ഏറ്റവും സങ്കടകരമായ കാര്യമാണ്. അതിനൊപ്പമാണ് ഞാൻ നിന്നത്. Meet the editors.